ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ മഴ പോലെ വരും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഹോശേയ 6-ാം അധ്യായം 3-ാം വാക്യം. നമുക്കറിയട്ടെ, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തുടരാം. അവന്റെ ഉദയം പ്രഭാതം പോലെ സ്ഥിരമായിരിക്കുന്നു. അവൻ മഴ പോലെ, ഭൂമിയിലേക്കുള്ള മുൻമഴ പോലെ, പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും. നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ വരും. അവൻ എങ്ങനെ വരും? നവോന്മേഷദായകമായ മഴ പോലെ, പുതുക്കലും ജീവനും നൽകുന്ന പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കൽ വരും. എത്ര അത്ഭുതകരമായ വാഗ്ദാനമാണ്! നമുക്കുള്ളത് എത്ര മഹത്തായ പ്രത്യാശയാണ്! നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. മുകളിൽ നിന്ന്, ഉയരങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങും. ഏറ്റവും ഉയർന്ന സ്വർഗങ്ങളിൽ നിന്ന് അവൻ ഭൂമിയിൽ വസിക്കുന്ന അവന്റെ മക്കളായ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങുന്നു. ഇത് എത്ര വലിയ സന്തോഷം നൽകുന്നു! മഴ പെയ്യുമ്പോൾ വറ്റിപ്പോയ കുളങ്ങളും ജലസംഭരണികളും നിറയാൻ തുടങ്ങുന്നു. അവ നദികൾ പോലെ ഒഴുകാൻ തുടങ്ങുന്നു. എല്ലായിടത്തും എല്ലാം നിറയ്ക്കുന്നവനായതിനാൽ തടാകങ്ങൾ നിറയുകയും അവയുടെ നീർച്ചാലുകളിലൂടെ കവിഞ്ഞൊഴുകുകയും ഭൂമിയിലേക്ക് സമൃദ്ധിയും നിറവും കൊണ്ടുവരികയും ചെയ്യുന്നു. വിദൂര സ്വർഗങ്ങളിൽ നിന്ന് വരുന്ന മഴ ഭൂമിയിൽ എത്തുകയും മണ്ണിൽ കലരുകയും ജീവജലമായി ഒഴുകുകയും ചെയ്യുന്നു. അതുപോലെ ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ വസിക്കുന്ന യേശു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാൽവറിയുടെ ക്രൂശിൽ അവൻ തകർക്കപ്പെടുകയും നമുക്ക് വേണ്ടി ചൊരിയപ്പെടുകയും ചെയ്തു. അവൻ തന്റെ വിലയേറിയ രക്തം പൂർണ്ണമായും ചൊരിഞ്ഞു. അവന്റെ രക്തം കാൽവറിയുടെ കുന്നിൽ ഒഴുകി നമുക്ക് വേണ്ടി ചുവപ്പും ജീവദായകനുമായി. അവൻ നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. മഴ കാൽവറിയുടെ രക്തത്തിന്റെ പ്രതീകം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രതീകം കൂടിയാണ്. ഈ അന്ത്യനാളുകളിൽ കർത്താവ് പിന്മഴ പോലെ തന്റെ ആത്മാവിനെ പകരുന്നു. കർത്താവ് തീർച്ചയായും വാഗ്ദാനം ചെയ്യുകയും പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാ ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. വ്യത്യാസമില്ലാതെ കർത്താവ് സഭയുടെ മേൽ തന്റെ അഭിഷേകം പകരുകയാണ്. കർത്താവിന്റെ വരവിന് മുൻപ് തീർച്ചയായും പിന്മഴയുടെ ഒരു വലിയ ഒഴുക്കുണ്ടാകും. ആ മഴയ്ക്കായി ദാഹിച്ച് കാത്തിരിക്കുന്നവരുടെ മേൽ അവൻ മുൻമഴയും പിന്മഴയും പോലെ വരും. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് എന്താണ്? വിശ്വാസികളുടെ ജീവിതത്തിൽ മഹത്തായ ഫലം പുറപ്പെടുവിക്കുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലെ ആഴമേറിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ ആത്മാക്കളെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്ക് കർത്താവിന്റെ അഭിഷേകത്തിനായി ദാഹിക്കാം. നമുക്ക് വാഞ്ചയോടെ അവനെ നോക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വാഗ്ദാനം ചെയ്തതുപോലെ മഴ പോലെ ഞങ്ങളുടെ മേൽ വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ ഉണർവ് കൽപ്പിക്കണമേ. കർത്താവേ, വരേണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 72-ാം അധ്യായം 6-7 വാക്യങ്ങൾ. വെട്ടുന്നതിന് മുൻപ് പുല്ലിൽ പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെയും അവൻ ഇറങ്ങി വരും. അവന്റെ നാളുകളിൽ നീതിമാന്മാർ തഴച്ചു വളരും. ചന്ദ്രൻ ഇല്ലാത്തതുവരെ സമാധാനത്തിന്റെ സമൃദ്ധി ഉണ്ടാകും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 19, 20, 21 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 11-ാം അധ്യായം 29 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.